ഹലോ, ഇന്നൊരു സ്ലോ സൺഡേ വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ പ്രകൃതി കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. എനിക്ക് പൊതുവേ രാവിലെ ഈ ജനലുകളൊക്കെ തുറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. എൻ്റെ ബേബി 7 o'clock ഒക്കെ ആകുമ്പോൾ എണീക്കും. ഞാൻ അവന് മോർണിംഗ് ഫീഡ് കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അവനിപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതവൻ്റെ ഒരു ഫേവററ്റ് ടൈമാണ്. അവനിപ്പോൾ കാറോടും ബസ്സിനോടൊക്കെയാണ് കേട്ടോ ക്രേസ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടിയാണ് ബസ് റൂട്ടുള്ളത്. സോ അത് നോക്കി കുറേ നേരം ഇരുന്നോളൂ. ആ ടൈമിൽ ഞാൻ എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നടത്തും. എനിക്ക് രാവിലെ കിണറിൽ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേകതരം തണുപ്പും സ്വാദാണ് വെള്ളത്തിന്. ഞങ്ങളുടെ വീട്ടിലെ കിച്ചനോട് ചേർന്നിട്ടാണ് കേട്ടോ കിണറുള്ളത്. സോ ഞങ്ങളുടെ എല്ലാ കിച്ചൻ്റെ ആവശ്യത്തിന് അപ്പം തന്നെ വെള്ളം കോരി യൂസ് ചെയ്യാണ് കേട്ടോ ചെയ്യാറ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ? ഇങ്ങനെ ഞങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡിന് ലീവാണ്. ഞാനവന് മോർണിംഗ് ഫുഡ് കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു 1 hour ഫ്ലോർ ടൈം കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും അവൻ ടോയ്സ് കൊണ്ട് കളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ റെഡിയാവും. ആ ഗ്യാപ്പിൽ ഞാൻ അവൻ്റെ ഫുഡ് റെഡിയാക്കും. ഇന്ന് ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ പ്യൂരിയാണ് കൊടുക്കുന്നത്. സ്വീറ്റ് പൊട്ടാറ്റോ വെയിറ്റ് ഗെയിനും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഫുഡാണ്. അതിൽ എല്ലാ വിറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് കൊടുക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒരു 2 വിസിൽ എടുത്താലും മതി. സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ഒരു 10-20 minutes നന്നായി ആവിയിൽ വേവിക്കണം. ഒരു 10-20 minutesന് ശേഷം നമ്മളിങ്ങനെ ഫോർക്ക് കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പീല് പെട്ടെന്ന് പോരും. പിന്നെ നമുക്കൊരു സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ. എൻ്റെ മോന് പൊതുവെ കുറച്ച് കട്ടിയുള്ളത് കഴിക്കാനാണ് ഇഷ്ടം. ഇനി അവൻ്റെ ബാത്ത് ടൈമാണ്. ഫുഡ് ചൂടാറുമ്പോഴേക്കും ഞാനോ അല്ലെങ്കിൽ അമ്മ അവനെ കുളിപ്പിക്കും. ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അവനെ മസാജ് ചെയ്യാം. നിങ്ങളുടെ ബേബിന് ഏത് ഓയിലാണ് യൂസ് ചെയ്യാറ്? കമൻറ്റ് ചെയ്യണേ. നിങ്ങളെ ബേബിക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിംഗിൾ ഫുഡാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവൻ്റെ സ്വീറ്റ് പൊട്ടാറ്റോ നല്ല ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ അവൻ്റെ ഗ്രൂമിങ് സെഷനാണ് നടക്കുന്നത്. അവൻ്റെ അച്ഛനാണ് അവനെ ഗ്രൂം ചെയ്യണത്. ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് അവർ തമ്മിലുള്ള ബോണ്ട് കാണുമ്പോൾ. ഞാൻ ഇങ്ങനത്തെ മൊമെൻറ്റ്സൊക്കെ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ. ഇനി അവൻ്റെ ഉറക്കത്തിൻ്റെ സമയമാണ്. അവനൊരു മാക്സിമം 2 to 3 hours നന്നായി ഉറങ്ങും. ഈ സമയത്ത് ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. വീഡിയോയിൽ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് പതുക്കെ സെറ്റാക്കാം. എൻ്റെ പഴയ വീടാണ്. 50 വർഷം പഴക്കമുള്ള വീടാണ്. അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ ലൈറ്റ് വരുന്നത് കുറവാണ്. എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ലൈറ്റിങ് കുറവാണെന്ന്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുക. ഇതാ പുള്ളിക്കാരൻ ഉറങ്ങിയിട്ടോ. രാവിലെ ഞാൻ അവനെ തൂക്കിലാണ് കിടത്താറ്. ഇന്നിവിടെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ അയില വറുത്തതും അമ്മയുടെ സ്പെഷ്യൽ ബ്രിഞ്ചോൾ കറിയാണ്. അടിപൊളി കറിയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ് ഒരു 2 to 3 hours കഴിഞ്ഞിട്ട് എൻ്റെ മോൻ എണീക്കും. പിന്നെ ഞാൻ അവനെ ഫീഡ് ചെയ്തിട്ട് ഫ്ലോർ ടൈം കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഇഷ്ടമാണ് കളിക്കാൻ. ഞാനിപ്പോൾ സ്റ്റോളിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 നേരമാണ് അവന് ഫുഡ് കൊടുക്കുന്നത്, രാവിലെയും വൈകുന്നേരം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോറടിച്ചപ്പോൾ കരയാൻ തുടങ്ങി. അതുകൊണ്ട് അവൻ്റെ അച്ഛൻ അവനെ മുറ്റത്ത് കൂടെ എടുത്ത് നടക്കുകയാണ്. ഏകദേശം ഒരു 5 to 6 months ഒക്കെ ആകുമ്പോഴാട്ടോ അവർക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാവും. ഞാൻ ഇന്നത്തെ ഈ റോ ആയിട്ടുള്ള വ്ളോഗ് ഇന്ന് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അൺടിൽ ദെൻ ബൈ.